സോ ഗൈസ്, അപ്പോൾ ഇതുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ SSD കണ്ടോ. ഈ സാധനം ഞാൻ മേടിച്ചത് വെറും നമ്മളുടെ ഐ തിങ്ക് 1400 ആണ് ഞാൻ ഈ സംഭവം മേടിച്ചത്. ഈ പവർ എക്സിൻ്റെ SS1000 എന്ന് പറഞ്ഞ മോഡൽ ഇതാണ്. ഈ SSD 256 GB വേരിയൻ്റ് വരുന്ന സാധനം. സോ അപ്പോൾ ഇതിൻ്റെ വില ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭയങ്കര ക്രിട്ടിക്കലാണ്. 256 GB ഈ ഒരു വില. ആൻഡ് ഇതിന് വില കയറ്റം എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ ലാപ്ടോപ്പിനകത്ത് EVMൻ്റെ ഒരു SSD ആണ് ഈ സെയിം 256 GB വേരിയൻ്റ് തന്നെയാണ് കിടക്കുന്നത്. അത് ഞാൻ മേടിച്ചത് 1800 അടുത്ത് സംതിങ് ആയിരുന്നു. 2-3 years ago മേടിച്ച സാധനം. ഇപ്പം അതിൻ്റെ വില ₹4699. EVMൻ്റെ ഈ സാധനത്തിൻ്റെ വില കേട്ടോ. ഈ സെയിം സാധനം കണ്ട് ഇപ്പം എൻ്റെ ലാപ്പിനകത്ത് ഈ സാധനം കിടക്കുന്നത്. ഈ പവർ എക്സിൻ്റെ തന്നെ എത്രയാണെന്ന് അറിയാമോ? ₹4000. ഇത് കയറിപ്പോവും. ഇനിയും ചിലപ്പോൾ ഇത് കിട്ടാൻ പോലും ചാൻസ് വരത്തില്ല ഈ സംഭവത്തിന്. സോ ഇതൊക്കെ അത് മേടിച്ച് വെച്ചു. അതുകൊണ്ട് റാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ PC ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കി. ഇതിൻ്റെ പ്രൈസ് കുറയുന്നതെന്നൊക്കെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ വർഷം ഏതായാലും നടക്കത്തില്ല പ്രൈസ്. അടുത്ത വർഷം നടക്കുമെന്ന് ചോദിച്ചാൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസം കാണും. ഏതായാലും ഇപ്പം പ്രൈസ് കുറയുമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. കുറയത്തില്ല. അപ്പോൾ എന്താണ്ട് ഈ റാമിനൊക്കെ ഭയങ്കര വിലയാണ്. 10,000 കൊടുത്താലാണ് DDR4ൻ്റെ 16 GB കിട്ടുന്നത്. സോ ഇറ്റ്സ് ടു മച്ച്. ഈ സാധനം NVMe ഇതൊക്കെ മേടിച്ച് വെച്ചു. ഇപ്പം മേടിച്ച് വെച്ചാൽ ഇരിക്കും. ചിലപ്പോൾ ഇനി ഇത് കിട്ടിയെന്ന് പോലും വരത്തില്ല സാധനമൊന്നും. NVMe മേടിച്ചു. ഇത് എന്നാലും യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കാർഡിയൊക്കെ ഇട്ട് ഫോണിനകത്തൊക്കെ ഉപയോഗിക്കാം. സോ ഇതൊക്കെ യൂസുള്ള സാധനമാണ്. ഫോണിനകത്താ വില കൂടുന്നത്, ലാപ്ടോപ്പിനകത്താ വില കൂടുന്നത്. നിങ്ങൾ ഗെയിമേഴ്സിനോട് ചോദിച്ചാൽ അവർക്ക് കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ സ്ട്രഗിൾ വരുന്നത് ഇതാണ് കാരണം. ഇതും ഈ SSD ആണ് അതിൻ്റെ കാരണം. ഇതും ഈ റാം ഇത് കിട്ടാൻ ഷോർട്ടേജാണ്. പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സോ ഇത് പറയാനാണ് വന്നത്. ഈ സാധനത്തിനൊക്കെ വില കയറിക്കൊണ്ടിരിക്കുക. നിമിഷങ്ങൾക്കുള്ളിൽ 5000, 6000, 8000 വെച്ചൊക്കെ കൂടും ഇനി. സോ അപ്പം മേടിച്ച് വെച്ചോ. അത്രയേ ഉള്ളൂ.